Hello everyone, welcome to iPlus. ഈ വീഡിയോയിൽ നമ്മൾ MCQ ഡിസ്കഷൻ സെക്കൻഡ് മൊഡ്യൂളിന്റെ ആണ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇടാൻ ട്രൈ ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Which one of the following hormone is responsible for mobilizing calcium from the bone, increasing urinary excretion of phosphate? So the options are option 1 calcitonin, option 2 angiotensin 2, option 3 parathyroid hormone, option 4 vasopressin. So comment box nathu answer idan nokka 10 seconds wait cheyyam. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് ഏത് ഹോർമോൺ ആണ് കാൽഷ്യമിനെ മൊബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ഇത് വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ കാൽഷ്യമിനെ ബോണിൽ നിന്ന് മൊബിലൈസ് ചെയ്യേണ്ട എപ്പോഴാണ്? ബ്ലഡിനകത്ത് കാൽഷ്യത്തിന്റെ ലെവൽ കുറവായിരിക്കുമ്പോഴാണ് നമുക്ക് ബോൺസിൽ നിന്ന് കാൽഷ്യം ബ്ലഡിനകത്ത് എടുക്കേണ്ടി വരുന്നത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ എപ്പോഴാന്ന് വെച്ചാൽ ബ്ലഡിൽ കാൽഷ്യം കുറയുമ്പോഴാണ്. ബ്ലഡിൽ കാൽഷ്യം കുറയുമ്പോൾ ബ്ലഡിൽ കാൽഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ഹോർമോൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് പാരാതൈറോയിഡ് ഹോർമോൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ പാരാതൈറോയിഡ് ഹോർമോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിനകത്ത് കാൽഷ്യം കുറവാകുമ്പോൾ ബോൺസിൽ നിന്ന് കാൽഷ്യം എടുക്കും. അതുകൊണ്ട് ഡയറ്റിൽ എപ്പോഴും കാൽഷ്യം ഉണ്ടാവുന്നത് നെസസറി ആണ്. സോ അല്ലെങ്കിൽ ബോൺസ് ഇങ്ങനെ ഫ്രജൈൽ ആയിക്കൊണ്ടിരിക്കും. സോ ആ ഫങ്ഷൻ ചെയ്യുന്നത് പാരാതൈറോയിഡ് ഹോർമോൺ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻക്രീസസ് യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കാൽഷ്യം ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് കാൽഷ്യം ഇവിടെ ഫ്രീ ഫോമിൽ ഉണ്ടാവുന്നത് നെസസറി ആയതുകൊണ്ടാണ് ഈ പാരാതൈറോയിഡ് ഹോർമോൺ ആ ഫംഗ്ഷനും കൂടെ ചെയ്യുന്നത്. സോ അത് നമുക്ക് ഈ ഇമേജിൽ മനസ്സിലാക്കാം. സോ രണ്ട് ഓപ്പോസിറ്റ് ഫംഗ്ഷനുള്ള ഹോർമോൺസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് പാരാതൈറോയിഡ് ഹോർമോണും ഇനി ഒന്ന് കാൽസിറ്റോണിനും. സോ ഇവിടെ നമ്മളുടെ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന കണ്ടീഷൻ എന്താന്ന് വെച്ചാല് കാൽഷ്യമിന്റെ ലെവല് ബ്ലഡിനകത്ത് കുറയുന്നു. സോ ഇത് ബ്ലഡ് വെസലിനകത്ത് കാൽഷ്യമിന്റെ ലെവൽ കുറയുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പാരാതൈറോയിഡ് ഗ്ലാൻസ്, തൈറോയിഡ് ഗ്ലാൻസിന്റെ പോസ്റ്റീരിയർ ആയിട്ട് ഇങ്ങനെ പാരാതൈറോയിഡ് ഗ്ലാൻസ് ഉണ്ട്. ആ പാരാതൈറോയിഡ് ഗ്ലാൻസിൽ നിന്ന് പാരാതൈറോയിഡ് ഹോർമോൺ റിലീസ് ആണ്. പാരാതൈറോയിഡ് ഹോർമോൺസ് ബോൺസിൽ നിന്ന് കാൽഷ്യം ഇങ്ങനെ എടുക്കും. സോ അങ്ങനെയാണ് പിന്നെ ബ്ലഡിനകത്ത് കാൽഷ്യമിന്റെ ലെവല് കൂട്ടുന്നത്. സോ അതാണ് പാരാതൈറോയിഡ് ഹോർമോൺ ചെയ്യുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് കാൽസിറ്റോണിൻ ചെയ്യുന്നത്. കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൽഷ്യമിന്റെ ലെവൽ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള റിയാക്ഷൻസും മെക്കാനിസംസ് ഒക്കെ ആക്ടിവേറ്റഡ് ആണ്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഈ വർക്ക് ചെയ്യുന്നത്. സോ കാൽസിറ്റോണിൻ എവിടെന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് പാരാഫോളിക്കുലർ സെൽസ് അല്ലെങ്കിൽ സി സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്. അതിൽ നിന്നാണ് ഈ കാൽസിറ്റോണിൻ സെക്രീറ്റ് ആവുന്നത്. ആ കാൽസിറ്റോണിൻ എന്താന്ന് വെച്ചാൽ ഈ എക്സസ് ആയിട്ടുള്ള കാൽഷ്യത്തിന് ബോണിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് ഇവിടെ ബോൺ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ബോണിനകത്ത് എക്സസ് ആയിട്ടുള്ള കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും, ബോൺ റീമോഡലിംഗ് ഒക്കെ നടക്കും. സോ അങ്ങനത്തെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഉള്ളതാണ് കാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഹോർമോൺ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് കാൽഷ്യമിന് മൊബിലൈസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ കാൽഷ്യം ബ്ലഡിനകത്ത് കുറഞ്ഞിരിക്കുമ്പോഴാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. സോ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഈ ബാക്കി ഹോർമോൺസ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കി ഹോർമോൺസിന്റെ കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാം. സോ പിന്നെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഫോർത്ത് ഓപ്ഷൻ ആണ് വാസോപ്രസിൻ. സോ വാസോപ്രസിനെ നമ്മൾ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് വിളിക്കും. സോ ഇതെന്താ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ റിട്ടൻഷൻ വഴിയാണ്. ബ്ലഡ് വോള്യൂം കൂട്ടിയിട്ടാണ് ഈ വാസോപ്രസിൻ ബ്ലഡ് പ്രഷറിന് കൂട്ടുന്നത്. ആൻഡ് മൈൽഡ് ആയിട്ട് വാസോ കൺസ്ട്രിക്ഷനും നടത്താറുണ്ട്. സോ ഇത് എവിടെ നിന്നാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നിന്നാണ് വാസോപ്രസിൻ റിലീസ് ആവുന്നത്. നമുക്കറിയാം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ് റിലീസ് ആവുന്നത്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലാണ്, ബട്ട് റിലീസ് ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ്. സോ അതാണ് നമുക്ക് വാസോപ്രസിന്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് ആൻജിയോടെൻസിൻ. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ്. സോ ഹോർമോൺ ആണ്. ഈ ആൻജിയോടെൻസിൻ എന്താന്ന് വെച്ചാല് ആൻജിയോടെൻസിനോജൻ എന്ന പ്രോട്ടീൻ ആണ് ലിവറിനകത്ത് ഉള്ളത്. അതിനെ ആൻജിയോടെൻസിൻ ആക്കുന്നത് റെനിൻ എന്ന് പറയുന്ന എൻസൈമാണ് കിഡ്നിക്കകത്ത്.
പിന്നെ അതിനെ വീണ്ടും ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറയുന്ന ലങ്സിനകത്തുള്ള എൻസൈം ആണ്. സോ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ വേസോ കൺസ്ട്രക്ഷൻ വഴിയാണ് ബ്ലഡ് പ്രഷർ കൂട്ടുന്നത്. സോ വാസോപ്രസിൻ ആയാലും ഏൻജിയോടെൻസിൻ ആയാലും ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഫംഗ്ഷൻ ആണ് ഉള്ളത്. സോ ആൻജിയോടെൻസിന്റെ വേസോ കൺസ്ട്രക്ഷൻ ആണ് അതിന്റെ മെയിൻ മെക്കാനിസം ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് ഈ ഒരു RAAS സിസ്റ്റമിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതൊരു ഇമ്പോർട്ടന്റ് സിസ്റ്റമാണ് ഹോർമോൺസിനകത്ത് നമുക്ക് പറയാനുള്ളത്. സോ ഇതിനകത്ത് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ സിസ്റ്റമാണ് ഈ RAAS സിസ്റ്റം എന്ന് പറയുന്നത്. സോ ലിവറിൽ നിന്ന് ആൻജിയോടെൻസിനോജൻ എപ്പോഴും ഉള്ളതാണ്. സോ അതൊരു ഇൻആക്റ്റീവ് ഫോമിലാണ് ഉള്ളത്. സോ റെനിൻ സെക്രീറ്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ ജെക്സ്ട്രാഗ്ലോമറുലർ അപ്പാരറ്റസ് ഒക്കെ ലോ ബ്ലഡ് പ്രഷറിന് ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് റെനിൻ സെക്രീറ്റ് ആവുന്നത്. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ ലങ്സിൽ നിന്ന് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അതിനെ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ആൻജിയോടെൻസിൻ 2 ആണ് വേസോ കൺസ്ട്രക്ഷൻ വഴി ബ്ലഡ് പ്രഷർ കൂട്ടുന്നത്. പിന്നെ ഈ ആൻജിയോടെൻസിൻ 2ന് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ആൽഡോസ്റ്റെറോൺ സെക്രീഷന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ആൽഡോസ്റ്റിറോണും ബ്ലഡ് പ്രഷർ കൂട്ടുന്നതാണ്. പക്ഷെ അതിന്റെ മെക്കാനിസം എങ്ങനെയാന്ന് വെച്ചാൽ റീഅബ്സോർപ്ഷൻ ഓഫ് NaCl ആൻഡ് വാട്ടർ, സോഡിയം ക്ലോറൈഡിനെയും വാട്ടറിനെയും റീഅബ്സോർപ്ഷൻ വഴിയാണ് ബ്ലഡ് പ്രഷർ കൂട്ടുന്നത്. സോ ഇതാണ് റാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഹോർമോണൽ സിസ്റ്റമാണ് റാസ് സിസ്റ്റം. സോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which one of the following is responsible for ejection of milk from the mammary glands in mammals? Option 1, oxytocin. Option 2, prolactin. Option 3, serotonin. Option 4, melatonin. So, ഏതാണ് ആൻസർ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇജക്ഷൻ ഓഫ് മിൽക്കിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ്. സോ ഇജക്ഷൻ ഓഫ് മിൽക്കിന് വേണ്ടിയിട്ടുള്ളത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. സോ ഓക്സിറ്റോസിന് മെയിൻ ആയിട്ട് 2 ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഒന്ന് ബേബിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് യൂട്ടറിൻ കോൺട്രാക്ഷനും അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ് അവിടെ പറയുന്നത്. പിന്നെ മിൽക്കിന്റെ ഇജക്ഷന് വേണ്ടിയിട്ടാണ്. സോ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് മിൽക്കിനെ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. പക്ഷെ ഇതിന്റെ ഇജക്ഷന് വേണ്ടിയിട്ട് ഓക്സിറ്റോസിൻ ആണ് വേണ്ടത്. സോ മിൽക്കിന്റെ ഇജക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിറ്റോസിൻ ആണ് അതിന്റെ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? സോ ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്? എക്സ്ക്രീറ്ററി സിസ്റ്റമും അതേപോലെ തന്നെ ഇൻവെർട്ടിബ്രേറ്റ്സും ആണ് തന്നേക്കുന്നത്. സോ ഇവിടെ ഈ കോളത്തിനകത്ത് ഇൻവെർട്ടിബ്രേറ്റ്സും അതിന്റെ എക്സ്ക്രീറ്ററി മെക്കാനിസമിനകത്ത് വരുന്ന ഓർഗൻസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് മാച്ച് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എനകത്തുള്ളത് ഫ്ലാറ്റ് വോമും ഫ്ലെയിം സെൽസും, ബിനകത്ത് എർത്ത് വോമും നെഫ്രീഡിയും, സിനകത്ത് ഇൻസെക്ട്സും ഗ്രീൻ ഗ്ലാൻസും, ഡിനകത്ത് ക്രസ്റ്റേഷ്യൻസും മാൽഫീജിയൻ ട്യൂബ്യൂൾസും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച്? അപ്പം അതാണ് ഓപ്ഷൻസിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെയാണ്? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫ്ലാറ്റ് വോംസിന് ഫ്ലെയിം സെൽസ് ആണോ? അതെ, കറക്റ്റ് ആണ്. ഫ്ലാറ്റ് വോംസിന് ഫ്ലെയിം സെൽസ് ആണ്. അതേസമയം എർത്ത് വോംസിന് നെഫ്രീഡിയ ആണ്. അതും കറക്റ്റ് ഓപ്ഷൻ ആണ്. എർത്ത് വോമിന് നെഫ്രീഡിയ ആണ്. ഇൻസെക്ട്സിന് ഗ്രീൻ ഗ്ലാൻസ് ആണോ? അല്ല, ഇൻസെക്ട്സിന് ഗ്രീൻ ഗ്ലാൻസ് അല്ല, ക്രസ്റ്റേഷ്യൻസിനാണ് ഗ്രീൻ ഗ്ലാൻസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഇൻസെക്ട്സിനകത്താണ്. സോ നമ്മൾ കോക്രോച്ച് പഠിക്കുമ്പോൾ അതിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് നമ്മൾ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് പഠിക്കുന്നത്. അപ്പൊ കോക്രോച്ച് ഇൻസെക്ട് ആണ്. അപ്പം ഇൻസെക്ട് മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണ് അതിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. അതേസമയം ക്രസ്ട്രേഷ്യൻ നമ്മൾ പ്രോൺ ഒക്കെ പഠിക്കുമ്പോൾ ഗ്രീൻ ഗ്ലാൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ക്രസ്ട്രേഷ്യൻ ഉള്ളത് ഗ്രീൻ ഗ്ലാൻസ് ആണ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണ്. സോ കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ എ, ഫ്ലാറ്റ് വോംസിന് ഫ്ലെയിം സെൽസും എർത്ത് വോംസിന് നെഫ്രീഡിയ ആണ് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രൊഡക്ഷൻ ഓഫ് എക്സസീവ് amount ഓഫ് കോർട്ടിക്കോട്രോപ്പിൻ, അതായത് ACTH, occurs in which of the following diseases? സോ 4 ഡിസീസസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എക്സസീവ് amount ഓഫ് കോർട്ടിക്കോട്രോപ്പിൻ കാരണം ഉണ്ടാവുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. കോർട്ടിക്കോട്രോപ്പിന്റെ എക്സസ് കാരണം വരുന്ന ഡിസീസ് ഏതാണ്? അപ്പൊ കോർട്ടിക്കോട്രോപ്പിൻ എക്സസ് ആവുമ്പോൾ കോർട്ടിക്കോട്രോപ്പിൻ എന്തിന്റെ സെക്രീഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്?
പിറ്റ്യൂട്ടറിക്കകത്ത് കോർട്ടിക്കോട്രോപ്പിൻ റിലീസ് ആവുകയാണെങ്കിൽ കോർട്ടിസോൾ ആണ് കോർട്ടിസോളിന്റെ സിന്തസിസ് അഡ്രിനൽ ഗ്ലാൻഡിനകത്ത് കോർട്ടിസോളിന്റെ സിന്തസിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ് ഈ കോർട്ടിക്കോട്രോഫിൻ എന്ന് പറയുന്നത്. അപ്പം കോർട്ടിസോൾ ഇൻക്രീസ് ആകുമ്പം വരുന്ന ഡിസീസിന്റെ പേരെന്താണ്? അതാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണ് റൈറ്റ്, കുഷിംഗ് സിൻഡ്രോം. സോ ഇതാണ് അതിന്റെ ഒരു മെക്കാനിസം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കോർട്ടിസോളിന്റെ ഇൻക്രീസ് കാരണം വരുന്ന ഡിസീസ് ഏതാന്ന് ചോദിച്ചിട്ടില്ല. സോ ഈ കോർട്ടിസോൾ ഈ ഒരു ഡിസീസ് കണ്ടീഷനിൽ കുഷിംഗ് സിൻഡ്രോമിനകത്ത് ഈ ഒരു കോർട്ടിസോളിന്റെ ഇൻക്രീസ് വരാൻ കാരണം തന്നെ കോർട്ടിക്കോട്രോഫിന്റെ അമൗണ്ട് എക്സസീവ് ആവുന്നതുകൊണ്ടാണ്. സോ ഇതാണ് ആ ഒരു മെക്കാനിസം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് ACTH റിലീസ് ആവുന്നത്. സോ അഡ്രിനോ കോർട്ടിക്കോട്രോഫിൻ ഹോർമോൺ ആണ് ACTH. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് കോർട്ടിസോൾ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കോർട്ടിസോളും എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം വരുന്ന കണ്ടീഷൻ ആണ് ഇങ്ങനത്തെ സിംറ്റംസ് വരുന്ന കണ്ടീഷൻ. ഇതിനെയാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. സോ പലതരം അപ്പം ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്രേവ്സ് ഡിസീസും ഗ്രീക്സ് ഡിസീസും അതേപോലെ ഗ്രീക്സ് സിൻഡ്രോമും ആൽപോർട്ട് സിൻഡ്രോമും ആണ് ബാക്കി ഓപ്ഷൻസിലുള്ളത്. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. കോർട്ടിസോളിന്റെ ഇൻക്രീസ് അല്ല, തൈറോയിഡ് ഹോർമോൺസിന്റെ ഇൻക്രീസിന്റെ കാരണം വരുന്നതാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാല് ആന്റിബോഡീസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ റിസെപ്റ്റേഴ്സിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് TSH ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആവും. അങ്ങനെ തൈറോയിഡ് ഹോർമോൺസും ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ആവും. അങ്ങനത്തെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. തൈറോയിഡ് സംബന്ധിപ്പിച്ചിട്ടാണ്, അല്ലാണ്ട് കോർട്ടിസോളായിട്ട് ഇതിന് ബന്ധമില്ല. പിന്നെ പറഞ്ഞേക്കുന്ന 2 സിൻഡ്രോംസും അതിനും ഹോർമോൺസ് അല്ല, ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. അവിടെ ഈ 2 സിൻഡ്രോംസും ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്, ഹോർമോൺസ് ഇൻവോൾവ് ആവുന്നതല്ല. ഗ്രേറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് അബ്നോർമൽ സ്കല്ലും അതേപോലെ തന്നെ പോളിഡാക്ടൈലി അങ്ങനത്തെ കണ്ടീഷൻസ് ഷോ ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസോർഡറുമാണ്. പിന്നെ ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് അതും ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. പ്രോഗ്രസീവ് ആയിട്ട് കിഡ്നി ഡാമേജും ഹിയറിംഗ് ലോസും ഒക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഡിഫക്റ്റീവ് കൊലാജൻ ഡിഫക്റ്റീവ് ആവുമ്പം വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ആൽപോർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഓർത്തു വെക്കാനുള്ള ഡിസീസസും അതിന്റെ ഹോർമോൺസും അതൊക്കെയാണ് ഈ ഒരു ടേബിളിനകത്ത് തന്നിട്ടുള്ളത്. അതൊന്ന് റെഫർ ചെയ്യാം. സോ ഇതിനകത്ത് ഡിസീസസും അതേപോലെ തന്നെ ഹോർമോൺസും അത് ഇൻക്രീസ് കാരണമാണോ ഡിക്രീസ് കാരണമാണോ എന്ന് ഇവിടെ ഈ ഒരു കോളത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ടേബിൾ റെഫർ ചെയ്ത് വെക്കാം. സോ ഇതാണ് നമ്മൾ കുഷിംഗ് ഡിസീസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റിറോയിഡ്സും പിന്നെ എക്സസീവ് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു കുഷിംഗ് സിൻഡ്രോം വരുന്നത്. പിന്നെ ആഡ്രിനൽ കോർട്ടെക്സിലാണ് ഇതിന്റെ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ആഡ്രിനൽ കോർട്ടെക്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which one of the following hormones can be detected with self surface receptor എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏതിന്റെ മെക്കാനിസം ആണ് സെൽഫ് സർഫേസ് റിസെപ്റ്റർ വഴി നടക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ 4 ഓപ്ഷൻ ആണ്: പ്രൊജസ്ട്രോൺ, എസ്ട്രാഡയോൾ, തൈറോക്സിൻ ആൻഡ് ഓക്സിറ്റോസിൻ. സോ ഇതിന്റെ ആൻസർ എന്താണ്? സോ നമുക്കിവിടെ നമുക്കിതിനെ 2 ആയിട്ട് ചിന്തിക്കാം. അതായത് നമുക്ക് മെയിൻ ആയിട്ട് 2 തരം റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സെൽ സർഫേസ് റിസെപ്റ്റേഴ്സും പിന്നെ ഇൻട്രാ സെല്ലുലാർ റിസെപ്റ്റേഴ്സും. സെൽ സർഫേസ് റിസെപ്റ്റേഴ്സ് എങ്ങനത്തെ ഹോർമോൺസിന് അല്ലെങ്കിൽ എങ്ങനത്തെ മോളിക്യൂൾസിന് റിസീവ് ചെയ്യും? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സിഗ്നലിംഗ് ആയിരിക്കും. അവർക്ക് സെല്ലിനകത്ത് കയറാൻ കഴിയില്ല. അപ്പൊ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളതായിരിക്കും സെൽ സർഫേസ് റിസെപ്റ്റേഴ്സ് എടുക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻ ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ സെൽ സർഫേസ് റിസെപ്റ്റർ വഴിയാണ് അവരുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അതേസമയം ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും? ഹൈഡ്രോഫോബിക് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആയിരിക്കും ഇൻട്രാസെല്ലുലാർ റിസെപ്റ്റർ വെച്ച് നടത്തുന്നത്. സോ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസിന് ബ്ലഡിനകത്ത് ക്യാരി ചെയ്യാൻ കാരിയർ പ്രോട്ടീൻ വേണം. അത് ഇവിടുത്തെ ഹൈഡ്രോഫിലിക് സിഗ്നലിംഗ് മോളിക്യൂൾസിന് അതിന്റെ ആവശ്യമില്ല. സോ കാരിയർ പ്രോട്ടീനിൽ നിന്ന് ഹൈഡ്രോഫോബിക് മോളിക്യൂൾസിന് പ്ലാസ്മ മെംബ്രെയിനിന് ക്രോസ് ചെയ്തിട്ട് സെല്ലിനകത്ത് കയറാൻ പറ്റും. എന്നിട്ട് സെല്ലിനകത്ത് സൈറ്റോപ്ലാസത്തിനകത്തോ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസെപ്റ്റർ വെച്ചിട്ടാണ് ഇവരുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്.
സോ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ഉള്ളത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസിനായിരിക്കും. സോ നമുക്ക് ഈ ഒരു 4 ഓപ്ഷനകത്ത് ഏതാണ് പ്രോട്ടീൻ, ഏതാണ് പ്രോട്ടീൻ അല്ലാത്തത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. സോ പ്രൊജസ്ട്രോണും ഈസ്ട്രഡൈലും എന്ന് പറയുന്നത് സ്റ്റെറോയിഡ്സ് ആണ്. അപ്പം അവര് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പൊ അവരെന്തായാലും ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറയുന്നത് സ്റ്റെറോയിഡ് അല്ല, ബട്ട് ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ, അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഈ തൈറോക്സിൻ എന്ന് പറയുന്നത്. അവരും ലിപ്പിഡ് സൊല്യൂബിൾ ആണ്, ഇത് ഓർത്ത് വെക്കുക. സോ നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. അപ്പം ഓക്സിറ്റോസിൻ എന്തായാലും സെൽ സർഫേസ് റിസപ്റ്റർ വഴിയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. സോ നമുക്ക് മെയിൻ ആയിട്ട് ഓർത്തു വെക്കാനുള്ളത് 2 തരം പാത്വേസ് ഉണ്ട്. സെൽ സർഫേസ് റിസപ്റ്റേഴ്സ് വഴി അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് വഴി. സെൽ സർഫേസ് മോസ്റ്റ് ഓഫ് ദ പ്രോട്ടീൻസ് എല്ലാം സെൽ സർഫേസ് റിസപ്റ്റർ വഴിയാണ് ആക്ട് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാം. ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ വഴി ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഹോർമോൺസും അതേപോലെ തൈറോക്സിൻ ഒക്കെയാണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് വെച്ചിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. When the oxygen hemoglobin curve shift to left, it represents. So, ഇത് റെസ്പിറേഷൻ യൂണിറ്റ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്സിജൻ ഹീമോഗ്ലോബിൻ കേർവ് നമുക്കറിയാം, അത് ലെഫ്റ്റിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഡിക്രീസ് ഇൻ pH, ഓപ്ഷൻ 2 ഇൻക്രീസ് ഇൻ CO2 ലെവൽ, ഓപ്ഷൻ 3 ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് 2,3-BPG ആൻഡ് ഓപ്ഷൻ 4 മോർ അഫിനിറ്റി ടു ഓക്സിജൻ. സോ ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ചാല് മോർ അഫിനിറ്റി ടു ഓക്സിജൻ ആണ്. ഹീമോഗ്ലോബിൻ കേർവ് ലെഫ്റ്റിൽ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് മോർ അഫിനിറ്റി ടു ഓക്സിജൻ ആണ്. സോ നമുക്ക് ഈ ഒരു ഇമേജ് ആണ്, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ഓക്സിജൻ ഹീമോഗ്ലോബിൻ കേർവ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എക്സ് ആക്സിസിനകത്ത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറും അതിന്റെ വൈ ആക്സിസിനകത്ത് ഓക്സിജന്റെ സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആണ് തന്നിട്ടുള്ളത് പെർസെന്റേജിൽ. സോ ഇതാണ് നമ്മളുടെ ഒരു ഓക്സിജൻ ഹീമോഗ്ലോബിൻ കേർവ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് കേർവ് റൈറ്റ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള മെക്കാനിസമാണ്. ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നിട്ട് അതിന് സെൽസിലോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഷിഫ്റ്റ്. അപ്പം ഡിക്രീസ് അഫിനിറ്റി ടു ഓക്സിജൻ, അതാണ് റൈറ്റ് ഷിഫ്റ്റ്. അപ്പോഴാണ് റൈറ്റ് ഷിഫ്റ്റ് നടക്കുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ഇൻക്രീസ് അഫിനിറ്റി ടു ഓക്സിജന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഹീമോഗ്ലോബിൻ ഓക്സിജന് നല്ലോണം ബൈൻഡ് ചെയ്യാൻ ഇൻക്രീസ് അഫിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ഉള്ളത്. സോ ഈ റൈറ്റ് ഷിഫ്റ്റ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഓക്സിജൻ റിലീസ് ചെയ്യേണ്ടത്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആയിരിക്കുമ്പോൾ, അതേപോലെ തന്നെ H+ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. H+ കോൺസെൻട്രേഷൻ ഹൈ എന്ന് വെച്ചാൽ pH ലോ ആണ്. പിന്നെ 2,3-BPG കൂടുതലായിരിക്കുമ്പോൾ പിന്നെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമ്പോൾ. സോ ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് ഓക്സിജനും ഹീമോഗ്ലോബിന്റെയും അഫിനിറ്റി കുറയുന്നത്. സോ ടെമ്പറേച്ചർ കൂടുമ്പോഴും അഫിനിറ്റി കുറയും. സോ ഇങ്ങനത്തെ ഈ ഒരു കണ്ടീഷൻസിലൊക്കെയാണ് ഈ കേർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റിലോട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, H+ അയൺസ് കുറവാണ്, 2,3-BPG കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. പിന്നെ ലാസ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫീറ്റൽ ഹീമോഗ്ലോബിന്റെ കാര്യമാണ്. ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഈ മറ്റേ ഫാക്ടേഴ്സ് ഒന്നും ഡിഫർ ചെയ്യുന്നില്ലെങ്കിൽ ഫീറ്റൽ ഹീമോഗ്ലോബിന് നമ്മുടെ അഡൽട്ട് ഹീമോഗ്ലോബിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജനുമായിട്ടുള്ള അഫിനിറ്റി കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ലെഫ്റ്റ് ഷിഫ്റ്റിനകത്ത് ഫീറ്റൽ ഹീമോഗ്ലോബിനും കൂടി മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കാനുള്ളത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ കർവ് റൈറ്റിൽ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അഫിനിറ്റി ഹീമോഗ്ലോബിന് ഓക്സിജൻ അഫിനിറ്റി കുറയും. ലെഫ്റ്റിൽ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇൻക്രീസ്ഡ് അഫിനിറ്റി ഫോർ ഓക്സിജൻ ആണ്. സോ ഓക്സിജനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ലെഫ്റ്റ് ഷിഫ്റ്റ് ഇവിടെ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മോർ അഫിനിറ്റി ഫോർ ഓക്സിജനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. സോ ഡ്യൂറിംഗ് ജനറേഷൻ ഓഫ് an action potential, ഡീപോളറൈസേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഡീപോളറൈസേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? സോ 4 ഓപ്ഷൻ. ഒന്ന് പൊട്ടാഷ്യമിന്റെ എഫ്ലക്സ്, രണ്ടാമത്തത് സോഡിയമിന്റെ എഫ്ലക്സ്, മൂന്നാമത്തത് സോഡിയമിന്റെ ഇൻഫ്ലക്സ്, നാലാമത്തത് പൊട്ടാഷ്യത്തിന്റെ ഇൻഫ്ലക്സ്. ഇതിനകത്ത് ഏതാണ് ആൻസർ? നമുക്ക് ഡീപോളറൈസേഷന് വേണ്ടിയിട്ടുള്ളത് സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്.
സോ സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് വരുമ്പോഴാണ് അകത്തുള്ള സെല്ലിനകത്തുള്ള ആ നെഗറ്റീവ് ചാർജ് നമുക്ക് പോസിറ്റീവ് ചാർജ് ആവുന്നത്. അതാണല്ലോ ഡീപോളറൈസേഷൻ. സോ അതിന് വേണ്ടിയിട്ട് സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. സോ പൊട്ടാഷ്യത്തിന്റെ എഫ്ലക്സ് എപ്പോഴാണ്? പൊട്ടാഷ്യത്തിന്റെ എഫ്ലക്സ് നടക്കുന്നത് റീപോളറൈസേഷന് വേണ്ടിയിട്ടാണ്. ഡീപോളറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റീപോളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടാഷ്യത്തിന്റെ എഫ്ലക്സ് വരുന്നത്. അങ്ങനെ പൊട്ടാഷ്യം പുറത്തു പോയിട്ടാണ് ആ നെഗറ്റിവിറ്റി അവിടെ റീസ്റ്റോർ ചെയ്യുന്നത്. സോഡിയത്തിന്റെ എഫ്ലക്സ് വഴി നമുക്ക് ആ ഒരു നെഗറ്റിവിറ്റി പോസിറ്റീവ് ചാർജ് വരത്തില്ല. പോസിറ്റീവ് ചാർജ് വരുമ്പോഴാണ് ഡീപോളറൈസേഷൻ വരുന്നത്. അപ്പൊ സോഡിയത്തിന് നമ്മൾ പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മോർ നെഗറ്റീവ് ആവേ ചെയ്യത്തുള്ളൂ. ഹൈപ്പർ പോളറൈസേഷനിലോട്ടാണ് പോകുന്നത്. സോ സോഡിയം എഫ്ലക്സ് അല്ല അവിടെ വരേണ്ടത്. പിന്നെ പൊട്ടാഷ്യം ഇൻഫ്ലക്സ്. പൊട്ടാഷ്യം ഇൻഫ്ലക്സ് വഴിയല്ല മെയിൻ ആയിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. പൊട്ടാഷ്യത്തിന് അകത്തോട്ട് സെല്ലിന്റെ അകത്തോട്ട് വേണമെങ്കിൽ ATP യൂസ് ചെയ്യേണ്ടി വരും. സോ അതല്ല മെയിൻ ആയിട്ടുള്ള മെത്തേഡ്. സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഡീപോളറൈസേഷന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം. സോ ഈ ഒരു ഇമേജ് കാണുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡീപോളറൈസേഷൻ. സോ ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ. സോ അതിനകത്ത് നെഗറ്റീവ് എവിടെയും പുറത്ത് പോസിറ്റീവുമാണ്. ഇപ്പൊ ഡീപോളറൈസേഷനകത്ത് ഇവിടെ നമുക്ക് പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കാൻ പുറത്തുനിന്ന് സോഡിയം അകത്ത് വരും. അതിന് വേണ്ടിയിട്ട് ചാനൽസ് ഓപ്പൺ ആവും. സോ സോഡിയം ചാനൽസ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്കറിയാം സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ സെൽസിന്റെ പുറത്ത് കൂടുതലാണ്. അപ്പം ആ ചാനൽസ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും സെൽസിനകത്ത് സോഡിയം ഇൻഫ്ലക്സ് വന്നോളും. സോ ആ സമയത്ത് പൊട്ടാഷ്യം ചാനലും ക്ലോസ്ഡ് ആണ്, പമ്പ്സും ക്ലോസ്ഡ് ആണ്. മെയിൻ ആയിട്ട് സോഡിയം ചാനലിന്റെ ഓപ്പണിംഗ് വഴിയിട്ടാണ്, സോഡിയം ഇൻഫ്ലക്സ് വഴിയാണ് ഡീപോളറൈസേഷൻ നടക്കുന്നത്. പിന്നെ റീപോളറൈസേഷൻ. സോ ഡീപോളറൈസ് ചെയ്തു പോസിറ്റീവ് ചാർജ് ആണ് അകത്ത്. വീണ്ടും മെംബ്രെയിനെ റീപോളറൈസ് ചെയ്ത് വെക്കണം. റീപോളറൈസേഷന് വേണ്ടിയിട്ട് പൊട്ടാഷ്യം എഫ്ലക്സ് ആണ് വരേണ്ടത്. സോ പൊട്ടാഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ സെല്ലിനകത്ത് കൂടുതലും പുറത്ത് കുറവാണ്. അപ്പം ചാനൽസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അകത്തുനിന്ന് പുറത്തോട്ട് പൊട്ടാഷ്യം മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് വീണ്ടും നെഗറ്റീവ് ചാർജ് ഇന്നർ മെംബ്രെയിനകത്ത് വീണ്ടും വരുന്നത്. സോ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഡീപോളറൈസേഷന് സോഡിയം ഇൻഫ്ലക്സും റീപോളറൈസേഷന് സോഡിയം പൊട്ടാഷ്യം എഫ്ലക്സുമാണ്. സോ അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഡീപോളറൈസേഷനകത്ത് ജനറേറ്റ് ചെയ്യുന്നത് സോഡിയം ഇൻഫ്ലക്സ് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When ATP remains attached with the myosin head, which one of the following event happens in the skeletal muscle? So ATP മയോസിൻ ഹെഡിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഏത് ഇവന്റ് ആണ് നടക്കാൻ പോകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മസിൽ കോൺട്രാക്ഷൻ ആണോ, മസിൽ റിലാക്സേഷൻ ആണോ, മസിൽ റിഗർ ആണോ, മസിൽ സ്പാസം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മസിൽ റിലാക്സേഷൻ ആണ്. സോ ATP ബൈൻഡ് ചെയ്യുവാണ് മയോസിൻ ഹെഡിൽ. ATP ബൈൻഡ് ചെയ്യുവാണെങ്കിൽ അവിടെ ഡിറ്റാച്ച്മെന്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് മസിൽ റിലാക്സേഷൻ ആണ് നടക്കുന്നത്. അത് നമുക്ക് ഈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയുടെ ഇമേജ് നോക്കുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. സോ ഇവിടാണ് ആ ATP ബൈൻഡിങ് നമുക്ക് കാണുന്നത്. സോ ADPയുടെ ഫോമിലാണെങ്കിൽ അവിടെ ആ ഒരു സ്ലൈഡിംഗ് ഫിലമെന്റ്, ആ ഒരു മയോസിൻ ഹെഡും ആക്ടിനും തമ്മിൽ ബൈൻഡിങ് ഉണ്ട്. എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് ഉണ്ട്, ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഉണ്ട്. ക്രോസ് ബ്രിഡ്ജ് ഫോമിലാണ് ADP ഉള്ളപ്പം ഇരിക്കുന്നത്. അത് ഡിറ്റാച്ച് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ATP വന്ന് മയോസിൻ ഹെഡിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇത് ഡിറ്റാച്ച് ആവുന്നത്. സോ ഇത് ഡിറ്റാച്ച് ആവണമെങ്കിൽ ATP ബൈൻഡ് ചെയ്യണം. സോ ആസ് മയോസിൻ ഹെഡ്സ് ബൈൻഡ്സ് ATP, the cross bridges detach from the actin. സോ ക്രോസ് ബ്രിഡ്ജസ് ഡിറ്റാച്ച് ആവും, അതായത് ആക്ടിനും മയോസിനും കൂടി ഡിറ്റാച്ച് ആവും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നത് റിലാക്സേഷൻ ആണ്. സോ ഇത് ബൈൻഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോഴാണ്, ക്രോസ് ബ്രിഡ്ജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ഈ കോൺട്രാക്ഷൻ നടക്കുന്നത്. ATP ബൈൻഡ് ചെയ്തിരിക്കുമ്പോൾ റിലാക്സേഷൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following organism predominantly excrete uric acid as the nitrogen waste? So uric acid predominantly യൂറിക് ആസിഡ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഹ്യൂമൻ, ഓപ്ഷൻ 2 ഫിഷ്, ഓപ്ഷൻ 3 ഫ്രോഗ് ആൻഡ് ഓപ്ഷൻ 4 ബേർഡ്. സോ ദ ആൻസർ കമന്റ് ബോക്സിൽ ഇടാം. ആൻസർ എന്ന് പറയുന്നത് ബേർഡ്സ് ആണ് യൂറിക് ആസിഡ് നൈട്രോജനസ് വേസ്റ്റ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ നൈട്രോജനസ് വേസ്റ്റ് മെയിൻ ആയിട്ട് 3 ടൈപ്പാണ്. ഒന്ന് അമോണിയ, രണ്ടാമത്തത് യൂറിയ, പിന്നെ ഒന്ന് യൂറിക് ആസിഡ്. സോ അമോണിയ എങ്ങനത്തെ ഓർഗാനിസത്തിനകത്താണ്? അമോണിയ അക്വാറ്റിക് ഓർഗാനിസം ആണ്. മോസ്റ്റ് ബോണി ഫിഷസിനകത്തും അമോണിയ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്.
പിന്നെ ഉള്ളത് യൂറിയ മാമൽസ്, മോസ്റ്റ് ആംഫിബിയൻസ്, ഷാർക്സ്, ചില ബോണി ഫിഷസ് ഒക്കെ യൂറിയ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ യൂറിക് ആസിഡ് റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇവരെല്ലാം യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ഇതിന് ഈ ഒരു ടേബിൾ ഓർത്ത് വെക്കാം. സോ നമുക്ക് ഏത് തരം നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അമോണിയ ആണെങ്കിൽ അമോണോടെലിക്, യൂറിയ ആണെങ്കിൽ യൂറിയോടെലിക്, യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിക് എന്ന് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻ. സോ ഇതിന് ടോക്സിസിറ്റി നോക്കുകയാണെങ്കിൽ അമോണിയം റിലീസ് ആവുന്ന അമോണിയ ഹൈലി ടോക്സിക് ആണ്, യൂറിയ മോഡറേറ്റ്ലി ടോക്സിക് ആണ്, യൂറിക് ആസിഡ് ലീസ്റ്റ് ടോക്സിക് ആണ്. പിന്നെ ഇതിന്റെ വാട്ടർ റിക്വയർമെന്റ്, അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യാൻ ഹൈ അമൗണ്ട് ഓഫ് വാട്ടർ വേണം. സോ കുറെ വാട്ടർ വേണം. സോ അതുകൊണ്ടാണ് മോസ്റ്റ്ലി അക്വാറ്റിക് ഓർഗാനിസംസ് ഒക്കെ അമോണോടെലിക് ആവുന്നത്. പിന്നെ യൂറിയോടെലിക് ആണെങ്കിൽ മോഡറേറ്റ് amount of water മതി. അഡൽട്ട് ആംഫിബിയൻസിലൊക്കെ നമുക്ക് യൂറിക്കോടെലിക് എക്സ്ക്രീഷൻ മെത്തേഡ് കാണാം. പിന്നെ യൂറിക്കോടെലിക്കിനകത്ത് വാട്ടർ സേവിംഗ് മെക്കാനിസം ആണ്, വെരി ലോ വാട്ടർ റിക്വയർമെന്റ് ആണ് ഇതിന്റെ എക്സ്ക്രീഷന് വേണ്ടത്. ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സിനകത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. The release of neurotransmitters at the chemical synapse in the central nervous system is dependent upon which of the following? So, neurotransmitter chemical synapse in release ചെയ്യാൻ ഏത് മെക്കാനിസം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 synthesis of acetylcholine esterase, ഓപ്ഷൻ 2 hyperpolarization of synaptic terminal, option 3 opening of ligand gated calcium channels in the postsynaptic terminal, option 4 calcium reflex in the presynaptic terminal. സോ ഇതിനകത്ത് ആൻസർ ആദ്യം 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സിന്തസിസ് ഓഫ് അസിറ്റൈൽകോളിൻ എസ്റ്ററേസ്. അസിറ്റൈൽകോളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ്. അത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിലീസിന് ഒരു ബന്ധമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എങ്ങനെയാണ് കെമിക്കൽ സിനാപ്സിനകത്ത് റിലീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കെമിക്കൽ സിനാപ്സിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ വെസിക്കിൾസിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. സോ അതിന് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 2 ഹൈപ്പർ പോളറൈസേഷൻ ഓഫ് സിനാപ്റ്റിക് ടെർമിനൽ. സിനാപ്റ്റിക് ടെർമിനൽ ഹൈപ്പർ പോളറൈസ് ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. പിന്നെ പോളറൈസ് ആണ് അവിടെ നടക്കേണ്ടത്. സോ അതുമല്ല ആൻസർ. പിന്നെ ഓപ്പണിംഗ് ഓഫ് ലൈഗാൻഡ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഇൻ ദ പോസ്റ്റിനാപ്റ്റിക് ടെർമിനൽ. സോ പോസ്റ്റിനാപ്റ്റിക് ടെർമിനലിനകത്ത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് പ്രീ സിനാപ്റ്റിക് ടെർമിനലാണ്. സോ പോസ്റ്റിനാപ്റ്റിക് ടെർമിനൽ അവിടെ വരുമ്പോൾ തന്നെ ആ ഓപ്ഷൻ റോങ് ആണ്. 4th ഓപ്ഷൻ നോക്കാം. കാൽഷ്യം ഇൻഫ്ലക്സ് ഇൻ ടു ദ പ്രീ സിനാപ്റ്റിക് ടെർമിനൽ. സോ അതാണ് റൈറ്റ് ആൻസർ. ഡീപോളറൈസേഷൻ സംഭവിക്കുമ്പം കാൽഷ്യം വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം ചാനൽസ് ഉണ്ട്. ആ ചാനൽസ് ഓപ്പൺ ആകും. അങ്ങനെ കാൽഷ്യം ഇൻഫ്ലക്സ് വരും. അങ്ങനെയാണ് വെസിക്കിൾസ് പോയി സെൽ മെംബ്രെയിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് വരും. ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴത്തേക്കും ഇതാണ് വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം ചാനൽസ്. ഈ വോൾട്ടേജ് ഗേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം ചാനൽസ് ഡീപോളറൈസേഷൻ ഈ വഴി വരുമ്പോഴത്തേക്കും ഇതങ്ങ് ആ ഒരു വോൾട്ടേജ് എത്തുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ചെയ്യും. എന്നിട്ട് കാൽഷ്യം അകത്ത് കയറും. സോ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കാൽഷ്യം. സോ കാൽഷ്യം വരുമ്പോഴത്തേക്കും ഈ വെസിക്കിൾസ് പോയിട്ട് ഇതിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് റിലീസ് ചെയ്യും. സോ ഇങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവുന്നത്. കാണാം ഡീപോളറൈസേഷൻ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. അപ്പം ഇവിടെ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ആവുന്നത് വോൾട്ടേജ് ഗേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡീപോളറൈസേഷൻ വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് കാൽഷ്യം ഇങ്ങനെ ആ ഒരു മെംബ്രെയിനകത്ത് കയറുന്നുണ്ട്. എന്നിട്ട് കാൽഷ്യം വരുമ്പോഴത്തേക്കും ഈ ഒരു വെസിക്കിൾസിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റിനകത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഇസ് എൻഡ് സിസ്റ്റോളിക് വോള്യൂം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് ഓപ്ഷൻ 1 amount of blood left in left ventricle after it relaxes. Option 2 amount of blood present in left ventricle before contraction. Option 3 volume of blood ejected from the left ventricle during one contraction. Option 4 amount of blood left in left ventricle after it contracts. സോ ഇവിടെ നമുക്ക് ഈ പേരിന് തന്നെ ആൻസർ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്ന എൻഡ് സിസ്റ്റോളിക് വോള്യൂം എന്നാണ്. സിസ്റ്റോൾ എന്ന് വെച്ചാൽ കോൺട്രാക്ഷൻ ആണ്, ഡയസ്റ്റോൾ ആണ് റിലാക്സേഷൻ. സോ ഇവിടെ റിലാക്സേഷൻ എന്ന് വരുന്ന ഓപ്ഷൻ റോങ് ആണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻഡ്, അതായത് സിസ്റ്റോൾ കഴിഞ്ഞിട്ടുള്ള വോള്യൂം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബിഫോർ കോൺട്രാക്ഷൻ എന്ന് വരുന്ന ഓപ്ഷനും റോങ് ആണ്.
പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കൽ. സോ അതല്ല ഇവിടെ പറയുന്നത്. ഈ ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന amount ഓഫ് ബ്ലഡ് ലെഫ്റ്റ് ഇൻ ദ ലെഫ്റ്റ് വെൻട്രിക്കൽ ആണ്. കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ള അമൗണ്ടിനെയാണ് നമ്മൾ എൻഡ് സിസ്റ്റോളിക് വോള്യൂം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ വൺ എന്താന്ന് വെച്ചാൽ എൻഡ് ഡയസ്റ്റോളിക് വോള്യൂം ആണ്, റിലാക്സേഷൻ ആണ്. റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള amount ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ എൻഡ് ഡയസ്റ്റോളിക് വോള്യൂം എന്നാണ് വിളിക്കുന്നത്. സോ അതേ തന്നെയാണ് ഏകദേശം ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്, ബിഫോർ കോൺട്രാക്ഷൻ എന്ന്. പിന്നെ വോള്യൂം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കൽ ഡ്യൂറിങ് വൺ കോൺട്രാക്ഷനെയാണ് നമ്മൾ സ്ട്രോക്ക് വോള്യൂം എന്ന് പറയുന്നത്. സോ ഒരു കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം amount ഓഫ് ബ്ലഡ് ആണ് ഇജക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കലിൽ, അതിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോള്യൂം എന്ന് പറയുന്നത്. സോ ഇതാണ് എൻഡ് സിസ്റ്റോളിക് വോള്യൂം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും ആണ് നമുക്ക് ഇവിടെ മാച്ച് ചെയ്യാനുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് നമുക്കറിയാം, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ്. സോ ഓപ്ഷൻ 1-നകത്തും 2-നകത്തും 3-നകത്തും നമുക്ക് ഓപ്ഷൻ 1 സി ആയിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓപ്ഷൻ B12. ഓപ്ഷൻ B12 ഡെഫിഷ്യന്റ് ആകുമ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. അപ്പം RBCയുടെ മെച്ചുറേഷന് വേണ്ടൊക്കെ B12 ഇമ്പോർട്ടന്റ് ആണ്. സോ അതിങ്ങനെ ഇല്ലാത്തപ്പം പെർനീഷ്യസ് അനീമിയ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം ഓപ്ഷൻ 2A ആണ്. ഓപ്ഷൻ 2A ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 3 2A ആയിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് തേർഡ് പാര നോക്കാം. ഓപ്ഷൻ അതായത് വൈറ്റമിൻ ഡി എന്താണ് കോസ് ചെയ്യുന്നത്, ഡെഫിഷ്യൻസി ഡിസീസ് ആണ്, റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണ് വൈറ്റമിൻ ഡി കോസ് ചെയ്യുന്നത്. സോ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽഷ്യം അബ്സോർപ്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കാൽഷ്യം അബ്സോർപ്ഷനും പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇങ്ങനെ ഏർലി സ്റ്റേജസിലൊക്കെ വരുന്ന പിള്ളേരിലൊക്കെ വരുന്ന കണ്ടീഷനാണ് ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബോൺ ഫോർമേഷനകത്തൊക്കെ മാൽഫോംഡ് ആയിട്ടുള്ള ബോൺസ് ഒക്കെ ആയിരിക്കും. സോ കാൽഷ്യം ബോൺ ഫോർമേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. അങ്ങനെ വരുന്ന ഡിസീസ് ആണ് ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം 3D ആണ്. സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് 3D ആണ്. സോ കറക്റ്റ് ആൻസർ 1 ആണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കൂടെ നോക്കാം. വൈറ്റമിൻ കെ. അപ്പം എന്താണ് വൈറ്റമിൻ കെ സബ് ഡെർമൽ ഹെമറേജിങ്ങിനാണ് കാരണമാവുന്നത്. സോ കെ എന്ന് പറയുന്നത് വൈറ്റമിൻ ഈ ക്ലോട്ടിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. സോ അത് ഇല്ലെങ്കിൽ സബ് ഡെർമൽ ഹെമറേജിങ് പോലത്തെ കണ്ടീഷൻസ് വരാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In animals, the carbohydrate energy reserve is in the form of. So, the simple question ആണ്. Animalsനകത്ത് carbohydrate reserve ഏത് ഫോമിലാണെന്ന് ചോദിച്ചിട്ടുള്ളത്. So, option 1 inulin, option 2 amylose, option 3 cellulose, option 4 glycogen. So, the answer ആണ് option 4 glycogen ആണ് animalsനകത്ത് carbohydrate reserve ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെയാണ്. ഗ്ലൂക്കോസ് ആണ് റിപ്പീറ്റിംഗ് മോളിക്യൂൾസ്. അതിന്റെ ബോണ്ടിങ് എന്ന് പറയുന്നത് α1,4 ബോണ്ടിങ് ഉണ്ട് ഇങ്ങനെ ലീനിയർ ആയിട്ട്. പിന്നെ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് α1,6 ബ്രാഞ്ചിങ് പോയിന്റും ഉണ്ട്. സോ ഇത് അമൈലോപെക്റ്റിനും ഇതേപോലെ 2 ബോണ്ട്സ് ആണ് ഉള്ളത്. ബട്ട് അമൈലോപെക്റ്റിൻസിന് ഇത്രയും ബ്രാഞ്ചിങ് ഇല്ല. ഗ്ലൈക്കോജന് അത് കുറെ കൂടെ ബ്രാഞ്ചിങ് ഉണ്ട്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം ഇനുലിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. ഫ്രക്ടോസ് യൂണിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. പ്ലാന്റ്സിനകത്താണ്, കാരണം ചില പ്ലാന്റ്സിനകത്ത് ഇതും സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് പോളിസാക്കറൈഡ് പ്ലാന്റ്സിനകത്ത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് അല്ലാണ്ട് ഇനുലിനും സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. പിന്നുള്ളത് സെല്ലുലോസ് നമുക്കറിയാം. പ്ലാന്റിന്റെ സെൽ വാൾ ഉണ്ടാക്കിയേക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ്. ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് അമൈലോസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെ തന്നെ ഒരു യൂണിറ്റ് ആണ്. സ്റ്റാർച്ചിനകത്ത് അമൈലോസും ഉണ്ട്, അമൈലോപെക്റ്റിനും ഉണ്ട്. സോ അമൈലോസ് എന്ന് പറയുന്ന ഒരു ലീനിയർ പോളിമർ ആണ്, ആൽഫ ഗ്ലൂക്കോസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്യൂറിംഗ് റെസ്പിറേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഒക്കേഴ്സ് ഓൺലി ഇൻസൈഡ് മൈറ്റോകോൺട്രിയ ആൻഡ് നോട്ട് ഇൻ സൈറ്റോപ്ലാസം. സോ സൈറ്റോപ്ലാസത്തിനകത്ത് അല്ലാണ്ട് മൈറ്റോകോൺട്രിയയിൽ മാത്രം ഉണ്ടാവുന്ന പ്രോസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
Option 1, glycolysis and pentose phosphate pathway. Option 2, glycolysis and citric acid cycle. Option 3, citric acid cycle and oxidative phosphorylation. Option 4, glycolysis and oxidative phosphorylation. So ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഗ്ലൈക്കോലിസിസ് എവിടെ സംഭവിക്കുന്നത് വെച്ചാൽ സൈറ്റോപ്ലാസത്തിനകത്താണ് ഗ്ലൈക്കോലിസിസ് നടക്കുന്നത്. സോ ഓപ്ഷൻ 1-ലും 2-ലും 4-ലും ഗ്ലൈക്കോലിസിസ് ഉണ്ട്. അപ്പം ആ 3 ഓപ്ഷനും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3-നകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? സിട്രിക് ആസിഡ് സൈക്കിളും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനും. സോ ഇത് രണ്ടും നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്താണ്. സോ ഇവിടെ ഗ്ലൈക്കോലിസ് ആയാലും പെന്റോസ് ഫോസ്ഫേറ്റ് പാത്ത് ആയാലും സൈറ്റോപ്ലാസത്തിനകത്താണ്. സിട്രിക് ആസിഡ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിലാണ്, പക്ഷെ ഗ്ലൈക്കോലിസ് മൈറ്റോകോൺട്രിയയിലല്ല, സൈറ്റോപ്ലാസത്തിനകത്താണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് സൈക്കിളും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനും ആണ്. സോ മൈറ്റോകോൺട്രിയനകത്ത് തന്നെ നമുക്ക് ഇത് രണ്ടും എവിടൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. സിട്രിക് ആസിഡ് സൈക്കിൾ മൈറ്റോകോൺട്രിയയിലെ മാട്രിക്സിനകത്താണ് നടക്കുന്നത്. സോ ഇവിടെ ക്രെബ്സ് സൈക്കിൾ എന്ന് കാണിച്ചിരിക്കുന്നതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ. സോ ഇതിനെ TCA സൈക്കിൾ എന്നും വിളിക്കാം. സോ ഇത് നടക്കുന്നത് മാട്രിക്സിനകത്താണ്. വേറെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അത് സംഭവിക്കുന്നത് എവിടാന്ന് വെച്ചാൽ ഇന്നർ മെംബ്രെയിനകത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഇന്നർ മെംബ്രെയിനിലും സിട്രിക് ആസിഡ് സൈക്കിൾ മാട്രിക്സിലുമാണ്. Okay, next question look for. Enzymes accelerate a reaction by which one of the following strategies എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എൻസൈംസ് എങ്ങനെയാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1, ഡിക്രീസിംഗ് എനർജി റിക്വയർഡ് ടു ഫോം ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓപ്ഷൻ 2, ഇൻക്രീസിംഗ് കൈനറ്റിക് എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഓപ്ഷൻ 3, ഇൻക്രീസിംഗ് ദ ഫ്രീ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് പ്രോഡക്റ്റ്. ഓപ്ഷൻ 4, ഇൻക്രീസിംഗ് ദ ടേൺ ഓവർ നമ്പർ ഓഫ് ദ എൻസൈംസ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ ആണ്. അത് പ്രിസൈസ് ആയിട്ട് എൻസൈമിന്റെ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഡിക്രീസിംഗ് എനർജി റിക്വയർഡ് ടു ഫോം ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. സോ സബ്സ്ട്രേറ്റ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവാൻ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബാരിയറിന് അത് ഓവർകം ചെയ്യണം. സോ ആ ബാരിയറിനെ ഒന്ന് കുറച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ് എൻസൈം ചെയ്യുന്നത്. സോ എൻസൈം എന്താ വെച്ചാൽ സബ്സ്ട്രേറ്റുമായിട്ട് വീക്ക് ബോൺസ് ഫോം ചെയ്യും. അങ്ങനെ ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന് കുറച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ് എൻസൈംസ് ചെയ്യുന്നത്. സോ എൻസൈംസ് ബേസിക്കലി ഒരു ഓൾട്ടർനേറ്റ് പാത്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഫ്രീ എനർജിയിൽ ഡിഫറൻസ് ഒന്നും എൻസൈംസ് കൊണ്ടുവരത്തില്ല. സോ അത് ഈ ഒരു ഇമേജസ് നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് വിത്തൗട്ട് എൻസൈം ആൻഡ് വിത്ത് എൻസൈം. സോ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ആക്ടിവേഷൻ എനർജി. സോ ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം ഇത്രയും ഹൈ ആണെങ്കിൽ വിത്ത് എൻസൈം ഇത്രയേ ഉള്ളൂ, ലോ ആണ്. സോ ആ ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് പ്രൊഡ്യൂസ് കൊടുക്കുന്നത് മാത്രമാണ് എൻസൈംസ് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ 2, ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ദ സബ്സ്ട്രേറ്റ്. എൻസൈം അങ്ങനെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യില്ല. നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവാം. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഇൻക്രീസസ് ദ free energy difference between substrate and products. So ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. എൻസൈംസ് എപ്പോഴും ഈ ഒരു ഫ്രീ എനർജി ഡിഫറൻസിന് ചേഞ്ച് ചെയ്യാറില്ല. സോ ഫ്രീ എനർജി ഡിഫറൻസ് എന്ന് ഇവിടെ ΔG കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അത് സബ്സ്ട്രേറ്റിനും പ്രോഡക്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അവിടെ എൻസൈമിന് റോളില്ല. എൻസൈം ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിന് ഡിക്രീസ് ആ ഒരു എനർജീന് ആക്ടിവേഷൻ എനർജീനെ കുറച്ച് കൊടുക്കുന്ന പ്രോസസ്സ് മാത്രമാണ് എൻസൈംസ് ചെയ്യുന്നത്. അത് ഫ്രീ എനർജി ഡിഫറൻസസിനെ ചേഞ്ച് ചെയ്യാറില്ല. ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ഇൻക്രീസസ് ടേൺ ഓവർ നമ്പർ ഓഫ് എൻസൈം. സോ അത് എൻസൈമിന്റെ എഫിഷ്യൻസിനെ കാണിക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ടേൺ ഓവർ എൻസൈം ടേൺ ഓവർ നമ്പർ. അല്ലാണ്ട് ഇത് മെക്കാനിസത്തിന് കാണിക്കുന്ന ഒരു ഫാക്ടർ അല്ല. സോ കറക്റ്റ് മെക്കാനിസം ഏത് മെക്കാനിസം വഴിയാണ് എൻസൈംസ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള എനർജി കുറയ്ക്കുക, അതായത് ആക്ടിവേഷൻ എനർജിനെ കുറച്ച് കൊടുത്തിട്ട് ഒരു ഡിഫറെന്റ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻസൈംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Proton motive force during oxidative phosphorylation is generated in mitochondria by. So എങ്ങനെയാണ് ഈ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്? പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് വഴിയാണ് പിന്നെ ആ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് വഴി പ്രോട്ടോൺസ് മാട്രിക്സിനകത്ത് വരുമ്പോഴാണ് ATPs ജനറേറ്റ് ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ് ജനറേറ്റഡ് ആവുന്നത്? ഈ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് തന്നെ ആദ്യം എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നതെന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. Option 1, exchanging protons for sodium ions. Option 2, pumping protons out into the intermembrane space. Option 3, pumping hydroxyl ions into the mitochondria. Option 4, hydrolysis of ATP. So the correct answer എന്ന് പറയുന്നത് pumping protons onto the out into the intermembrane space. So intermembrane space നകത്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് പ്രോട്ടോൺസിനെ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോഴാണ് അവിടെ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നത്.
എന്നിട്ട് ആ ഗ്രേഡിയന്റിന്റെ അളവ് പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് ATP സിന്തസൈസ് ചെയ്യുന്നതിനാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വർക്ക് ചെയ്യുന്നത്. സോ എക്സ്ചേഞ്ച് ഓഫ് പ്രോട്ടോൺസ് ഫോർ സോഡിയം അയോൺസ് അങ്ങനെ ഒരു പ്രോസസ് അവിടെ ഇല്ല. അതേപോലെ തന്നെ ഹൈഡ്രോക്സിൽ അയോൺസിന്റെ പമ്പിങ്ങും അവിടെ നടക്കാറില്ല. ഹൈഡ്രോളിസിസ് ഓഫ് ATP ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനകത്ത് ATP ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം ഈ ഒരു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹൈഡ്രോജൻ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ H+ അലോങ് ദ ഗ്രേഡിയന്റ് ATP സിന്തേസ് വഴി വരുമ്പോഴത്തേക്കും ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനകത്ത് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Synthesis of glycogen is known as option 1 gluconeogenesis, option 2 glycolysis, option 3 glycogenolysis, option 4 glycogenesis. സോ ഈ പേരിന് നമുക്ക് പേര് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയാലും പേരിന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോനിയോജെനസിസ്. അതായത് പുതിയതായിട്ട്, നിയോ എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് സോഴ്സിൽ നിന്നല്ലാണ്ട് പ്രോട്ടീൻ, അമിനോ ആസിഡ് എന്നിവർക്ക് ഗ്ലൂക്കോസ് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഈ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്. സോ അത് സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലിസിസ്. ഗ്ലൈക്കോലിസിസ് നമുക്ക് എന്താണെന്ന് അറിയാം. ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോലിസിസ്. സൈറ്റോപ്ലാസത്തിനകത്താണ് നടക്കുന്നത്. ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഗ്ലൈക്കോജെനോലൈസിസ്. സോ ഗ്ലൈക്കോജന്റെ ലൈസിസ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്ലൈക്കോജന്റെ സിന്തസിസ് ചെയ്യുകയല്ല, ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. ഇപ്പൊ ഗ്ലൈക്കോജനോലൈസിസ് അല്ല, അത് ഇതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ആണ് ഗ്ലൈക്കോജനോലൈസിസ്. ഫോർത്ത് ഓപ്ഷൻ ഗ്ലൈക്കോജെനിസിസ്. ഇപ്പൊ ജെനിസിസ് എന്ന് പറയുമ്പോൾ സിന്തസൈസ് ചെയ്യുന്നതാണ്. സോ ഗ്ലൂക്കോനിയോജെനസിസിനകത്ത് പുതിയതായിട്ട് ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഗ്ലൈക്കോജെനസിസിനകത്ത് ഗ്ലൈക്കോജനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജെനസിസ്. അപ്പൊ സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജെനസിസ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഗ്ലൂക്കോനിയോജെനസിസ് എന്താണ്? ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ ആണ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് ലൈക്ക് അമൈനോ ആസിഡ് ആൻഡ് ലാക്റ്റിൻ. അത് ഗ്ലൂക്കോസ് വളരെ കുറവാകുമ്പോൾ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഗ്ലൂക്കോനിയോജെനസിസ്. പിന്നെ ഉള്ളത് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് പേര് വെച്ച് നമുക്ക് മനസ്സിലാവും. ഗ്ലൈക്കോലൈസിസ് എന്താണെന്ന് നമുക്കറിയാം. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആയിട്ട് മാറ്റുന്നതാണ്, എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഗ്ലൂക്കോജെനോലൈസിസ്. സോ ഗ്ലൈക്കോജനെ ലൈസിസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്. സോ ഗ്ലൈക്കോജന് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതാണ് ഗ്ലൈക്കോജനോലൈസിസ്. പിന്നെ ഉള്ളത് ഗ്ലൈക്കോജെനസിസ് ആണ് ഗ്ലൈക്കോജന്റെ സിന്തസിസ്. സോ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു ഗ്ലൈക്കോജൻ ഫോർ സ്റ്റോറേജ്. സോ ഈ ഗ്ലൈക്കോജെനസിസ് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. So that's glycogenesis. The next question നോക്കാം. Which compound is first formed in Krebs cycle? So Krebs cycle അല്ലെങ്കിൽ TCA cycle അല്ലെങ്കിൽ citric acid cycle എന്ന് പറയുന്ന ഈ സൈക്കിളിനകത്ത് ഫസ്റ്റ് ഫോം ചെയ്ത കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ കമന്റ് ബോക്സിനകത്ത് ഇടാം. സോ ബേസിക്കലി അതിന്റെ പേര് എന്താണ്? സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ സിട്രേറ്റ് ആണ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു സൈക്കിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ 4 കാർബണുള്ള ഈ ഒരു ആദ്യം ഒരു 6 കാർബണുള്ള സിട്രേറ്റിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. അതാണ് ആദ്യം നടക്കുന്ന റിയാക്ഷൻ. സോ ഓക്സൈൽ അസിറ്റേറ്റും അസിറ്റൈൽ കോയും കൂടെ ബൈൻഡ് ചെയ്തിട്ട് 4 കാർബണും 2 കാർബണും കൂടെ ബൈൻഡ് ചെയ്തിട്ട് 6 കാർബൺ ആയിട്ടുള്ള സിട്രേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ക്രെബ്സ് സൈക്കിളിനകത്ത് ആദ്യത്തെ മെക്കാനിസത്തിനകത്ത് നമുക്ക് കാണുന്നത്. സോ സിട്രിക് ആസിഡ് തന്നെയാണ് സിട്രേറ്റ്. അതുകൊണ്ടാണ് അതിന് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന പേര് വന്നത്. സോ അതാണ് ക്രെബ്സ് സൈക്കിളിനകത്ത് ആദ്യമായിട്ട് ഫോം ആവുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. And next question, Dr. Clark. The area of allowed regions in Ramachandran map will be least for option 1 glycine, option 2 L-alanine, option 3 L-promin, option 4 A-methyl L-valine ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് ഓർത്ത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ രാമചന്ദ്രൻ പ്ലോട്ടിനകത്ത് ലീസ്റ്റ് ആയിട്ട് അലോ ചെയ്തുള്ള റീജിയൻ അത് ഏത് അമീനോ ആസിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊലീനാണ്.
സോ നമുക്ക് ഇതൊരു ഈ ഒരു ഇമേജ് വെച്ച് നമുക്ക് കാണാം. സോ ഇതാണ് രാമചന്ദ്രൻ പ്ലോട്ട് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ രാമചന്ദ്രൻ പ്ലോട്ട് ഏറ്റവും അധികം അലൗഡ് റീജിയൻസ് ഉള്ളത് ഗ്ലൈസീനാണ്. സോ ബിക്കോസ് നമുക്ക് ഗ്ലൈസീന്റെ സ്ട്രക്ചർ ഇവിടെ കാണാം. സോ ഗ്ലൈസീന്റെ സ്ട്രക്ചറിനകത്ത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് വെറും H ആണ്. അപ്പം ഇവിടെ ഫ്രീ റൊട്ടേഷൻ ഒത്തിരി പോസിബിൾ ആണ്. അപ്പൊ പലതരം കോൺഫിഗറേഷൻസ് ഗ്ലൈസിനകത്ത് പോസിബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഇത്രയും റീജിയൻസ് ഗ്ലൈസിൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. ബട്ട് അതേസമയം നമ്മൾ പ്രൊലീനെ നോക്കുവാണെങ്കിൽ പ്രൊലീന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. പ്രൊലീൻ ഇങ്ങനെ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, ഇമൈനോ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ബൾക്കി ഗ്രൂപ്പ് കാരണം അവിടുത്തെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിൽ റൊട്ടേഷൻ നടക്കുന്നത് വളരെ കുറവാണ്. സോ അതൊരു സ്റ്റെറിക് ഹിൻഡറൻസ് പോലെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഈ പ്രൊലീനകത്ത് ആക്ട് ചെയ്യുന്നത്. സോ പ്രൊലീനാണ് ഏറ്റവും ലീസ്റ്റ് അലൗഡ് റീജിയൻസ് ഉള്ളത്. പ്രൊലീൻ ഉള്ളപ്പോൾ മാത്രമേ ഈ ഒരു ആൽഫ ഹെലിക്സ് ഒന്നും പ്രൊലീൻ ഇരിക്കുമ്പോൾ വർക്കത്തില്ല. ആൽഫ ഹെലിക്സിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് പ്രൊലീനാന്നാണ് പറയുന്നത്. അപ്പം ആ ഈ ഒരു റൊട്ടേഷൻ, ഫ്രീ റൊട്ടേഷൻ ഓഫ് ബോൺസിന് വേണ്ടി ഹൈൻഡർ ചെയ്യുന്നതാണ് ഈ ഒരു ബൾക്കി ഗ്രൂപ്പുള്ള പ്രൊലീൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് L പ്രൊലീൻ ആണ്. സോ ഇത് നമുക്ക് ഡിഫറെന്റ് ആദ്യ ക്വസ്റ്റ്യൻ മോസ്റ്റ് അലൗഡ് റീജിയൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്ലൈസിൻ ആണ് മോസ്റ്റ് അലൗഡ് റീജിയൻസ്. ബിക്കോസ് അതിന്റെ ആ ഗ്രൂപ്പ് H തന്നെയാണ്. സോ അതിന് ഈസിലി റൊട്ടേഷൻ പോസിബിൾ ആണ്, പലതരം കോൺഫിഗറേഷൻസ് പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഗ്ലൈസിൻ ആണ് മോസ്റ്റ് അലൗഡ് റീജിയൻസ് ഉള്ളത്, പ്രൊലീനാണ് ലീസ്റ്റ് അലൗഡ് റീജിയൻസ് ഉള്ളത്. സോ ഇത്രയാണ് നമുക്ക് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിക്കകത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.